സോ ഓക്കെ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിസ്റ്ററി ആയിരുന്നു. അപ്പം ക്ലാസ് 6 6ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ 1 to 8 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 7-8 ചാപ്റ്റർ ആയിരുന്നു. ഇന്നിനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 9-10 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ ഇന്നലെ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മെയിൻ ആയിട്ട് മൗര്യ സാമ്രാജ്യത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മഗധ എംപയറിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു കിങ്ഡം ടു എംപയർ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് കിങ്ഡം ആയിരുന്നു. കിങ്ഡം ഇസ് ബിക്കമിങ് എംപയർ. ഇനി ഈ ചാപ്റ്റർ നിങ്ങൾ നേരെ തിരിച്ചിട്ടാണ് എംപയർ ഇസ് അഗെയിൻ ബിക്കമിങ് കിങ്ഡംസ്. ഓക്കെ, സോ ഇതൊരു വളർച്ചയായിരുന്നു. ഒരുപാട് കിങ്ഡംസിനെ കീഴടക്കിക്കൊണ്ട് ഒരു വലിയ ചക്രവർത്തി വരികയാണ്. രാജാക്കന്മാരെ കീഴടക്കിയിട്ട് ചക്രവർത്തി വരികയാണ്. ഇനി ചക്രവർത്തികൾ തകർന്നടിഞ്ഞിട്ട് വീണ്ടും രാജാക്കന്മാരെ എമേർജ് ചെയ്യുന്ന ഒരു ഡിക്ലൈനിങ് പീരീഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഈ നമ്മുടെ മൗര്യ കാലഘട്ടം കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അറൌണ്ട് 500 ആക്ച്വലി ബി സിയിൽ എഴുതുമ്പോൾ 600 to 500 BC ഈ ഒരു കാലഘട്ടത്തിലാണ് മോസ്റ്റ് പ്രൊമിനന്റ്ലി മൗര്യാസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചില മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൗര്യൻ എംപയേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബിന്ദുസാര വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അശോക ചക്രവർത്തി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള 3 രാജാക്കന്മാരെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസികളെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ലാതെ ഇവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചർ, ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ഫണ്ടമെന്റൽ, ഒരു ബേസിക് ആയിട്ടുള്ള എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അശോക ചക്രവർത്തി, അശോക ദ ഗ്രേറ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഹി ഈസ് ഗ്രേറ്റ്. ഓക്കെ, അശോക ദ ഗ്രേറ്റ്. അപ്പോൾ ആ ഒരു ഗ്രേറ്റ് ചക്രവർത്തി അദ്ദേഹത്തിന്റെ പോളിസികൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരു ചേഞ്ച്, ഒരു ഷിഫ്റ്റ് വരുന്നത് നമുക്ക് കാണാം. കാരണം കലിംഗ യുദ്ധം വരെയുള്ള കാലഘട്ടത്തിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളെ മുഴുവൻ ആക്രമിച്ച് തന്റെ പ്രിഡിസസേഴ്സ്, തന്റെ മുൻകാല ചക്രവർത്തിമാർ എന്താണോ ചെയ്തത് അത് തന്നെ ഫോളോ ചെയ്യുന്ന അശോകനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ കലിംഗ യുദ്ധം വരുന്നതോട് കൂടിയിട്ട് തന്റെ കോൺക്വസ്റ്റ് അല്ലെങ്കിൽ തന്റെ കീഴടക്കൽ, മറ്റുള്ളവരെ ആക്രമിച്ച് തന്റെ അധികാര പരിധിയിൽ കൊണ്ടുവരുന്നത് അവസാനിപ്പിച്ചിട്ട് ധമ്മഘോഷ, ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അശോകാസ് ധമ്മ. അപ്പൊ ധമ്മഘോഷ എന്നതിലേക്ക്, അല്ലെങ്കിൽ ധർമ്മത്തിലൂടെ മറ്റുള്ളവരെ കീഴടക്കുക എന്നുള്ള ഒരു പാതയിലേക്ക് അശോകൻ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പൊ അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ കോൺക്വസ്റ്റ് ഇല്ലാതായി, അല്ലെങ്കിൽ മറ്റുള്ള രാജാക്കന്മാരെ കീഴടക്കുന്നത്, ആക്രമിക്കുന്നത് അത് നിലനിൽക്കുകയാണ്. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഒരു ബുദ്ധിസ്റ്റ് സ്റ്റോറി ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്കറിയാം ഈ ബുദ്ധിസ്റ്റ് സ്റ്റോറീസിലേക്ക് വരുന്ന, അതുപോലെ ലൈക്ക് ജാതക കഥകൾ ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ബുദ്ധന്റെ പല ജന്മങ്ങളിലൂടെ, അല്ലെങ്കിൽ ബുദ്ധന്റെ പല ജന്മങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധന്റെ പലവിധ അവതാരങ്ങളിലൂടെ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പറയപ്പെട്ടു പോന്നിട്ടുള്ള കഥകളാണ് ജാതക ടേൽസ് എന്ന് പറയുന്നത്. അപ്പം അതിലുള്ള ഒരു കഥയാണ് ഒരിക്കലും ഒരു പാമ്പ് ഒരു ഋഷിയുടെ അടുത്തേക്ക് വരും. അപ്പൊ ആ ഋഷിയുടെ അടുത്തേക്ക് വന്നിട്ട് താൻ ഒരുപാട് ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ വിഷം ഉപയോഗിച്ച് കൊന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്ക് ഒരുപാട് പശ്ചാത്താപമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഈ ഋഷി പറഞ്ഞു, ഇനി മുതൽ നീ നിന്റെ വിഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതോട് കൂടിയിട്ട് പാമ്പ് എന്ത് ചെയ്തു, ആ ഒരു ഋഷിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് പിന്നീട് ഒരിക്കൽ പോലും ആ പാമ്പ് എന്ത് ചെയ്തില്ല, തന്റെ വിഷം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ തന്റെ പണം വിടർത്തുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ കുറച്ചു കാലം പാമ്പ് ഇങ്ങനെ ജീവിച്ചു. പിന്നീട് വീണ്ടും ഈ ഋഷിയെ കണ്ട സമയത്ത് പാമ്പ് വീണ്ടും വന്നിട്ട് ഈ ഋഷിയുടെ അടുത്ത് പറഞ്ഞു, ഇപ്പം എല്ലാവരും എന്നെ തിരിച്ചു ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്കിപ്പോ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്, ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ തിരിച്ചവരെ ആക്രമിക്കട്ടെ എന്ന് ഋഷിയുടെ അടുത്ത് പാമ്പ് ചോദിച്ചു. അപ്പം ഈ ഋഷി പാമ്പിന്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അപ്പം നീ എന്താണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഈ പാമ്പ് ഋഷിയുടെ ഉപദേശം സ്വീകരിച്ചിട്ട് ഇപ്പം വിഷവും ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്ന സമയത്ത്, നമുക്കറിയാലോ പാമ്പാകുന്ന സമയത്ത് പണം വിടർത്തി നിൽക്കാറുണ്ട് അല്ലെങ്കിൽ ചീറ്റാറുണ്ട്. അപ്പൊ അതൊന്നും ചെയ്യാറില്ല, ഞാൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പാമ്പ്
ഋഷിയുടെ അടുത്ത് മറുപടി പറഞ്ഞു. ഈ ഋഷി പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് വിഷം ഉപയോഗിക്കരുത്, മറ്റുള്ളവരെ ആക്രമിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ നിന്നെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് നിനക്ക് അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നിന്റെ പണം വിടർത്താമായിരുന്നു, അതല്ലെങ്കിൽ നിനക്ക് ലൈക്ക് ചീറ്റാമായിരുന്നു. ഇതൊന്നും നീ ചെയ്തിട്ടില്ല. അപ്പൊ നീ അത് നിനക്ക് ചെയ്യാമായിരുന്നു നിന്റെ ഡിഫൻസിന് വേണ്ടിയിട്ട് എന്ന് ആ ഋഷി ഈ പാമ്പിനെ ഉപദേശിക്കുന്നുണ്ട്. അത് തന്നെയാണ് അശോകനും സംഭവിക്കുന്നത്. അശോകൻ ഇതോട് കൂടിയിട്ട് യുദ്ധം കോൺക്വസ്റ്റ് ഒക്കെ ഒഴിവാക്കിയതോട് കൂടിയിട്ട് അശോക ചക്രവർത്തിയുടെ കാലഘട്ടം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മുകളിലുള്ള മറ്റു രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഭയം അതൊക്കെ ഇല്ലാതായി. അത് കൂടാതെ ഇദ്ദേഹത്തിന്റെ 2 മക്കളെ ഇദ്ദേഹം ശ്രീലങ്കയിലേക്ക് അയക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബുദ്ധിസത്തിന്റെ പ്രചരണാർത്ഥം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മക്കളെ ശ്രീലങ്കയിലേക്ക് അയക്കുന്നുണ്ട്. അപ്പൊ അതോട് കൂടിയിട്ട് ബേരി ഘോഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ബേരി മുഴക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കാഹളം മുഴക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ യുദ്ധത്തിന്റെ ബേരി അല്ലെങ്കിൽ ആ ഒരു ബേരി ഘോഷ, അതിൽ നിന്ന് ധർമ്മഘോഷയിലേക്ക്, ധർമ്മത്തിന്റെ പാതയിലേക്ക്, ധമ്മഘോഷയിലേക്ക് അശോകൻ എന്ത് ചെയ്തു, മാറി. അപ്പൊ അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ മക്കളും ആ ഒരു പാത സ്വീകരിച്ചു. അപ്പൊ ഒരു രാജാവിന് ഇത്തരത്തിലൊരു അക്രമം അല്ലെങ്കിൽ ആ ഒരു എതിർത്ത് നിൽപ്പ് ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അദ്ദേഹത്തിന്റെ മുകളിലുള്ള ഭയം നഷ്ടമാവും. അതുപോലെ ഇദ്ദേഹത്തിന്റെ മക്കൾക്ക് അശോകനെ പോലെ അത്രത്തോളം ഒരു സ്ട്രാറ്റജി, കാരണം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിവിധ യുദ്ധ നൈപുണ്യം പട്ടാളക്കാരിലായാലും അല്ലെങ്കിൽ രാജകുമാരന്മാരിൽ വളർന്നു വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ശേഷം ഉണ്ടായിരുന്ന മഹേന്ദ്ര, അദ്ദേഹത്തിലൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇത്തരത്തിലുള്ള ഭരണ നൈപുണ്യങ്ങൾ ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ അശോക ചക്രവർത്തിക്ക് ശേഷം മൗര്യ സാമ്രാജ്യം പിന്നീട് കാണുന്നത് ഒരു ഡിക്ലൈൻ ആണ്. ഓക്കെ, പിന്നീട് ഒരു ഡിക്ലൈൻ ആണ് കാണുന്നത്. അങ്ങനെ മൗര്യ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഇൻഡോ ഗ്രീക്സ് ആണ് വരുന്നത്. ഇൻഡോ ഗ്രീക്സിലെ പ്രധാനപ്പെട്ട ചില രാജാക്കന്മാരെ, പ്രധാനപ്പെട്ട ചില രാജവംശത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഷാനാസ്, ഓക്കെ, കുഷാനാസ് വരുന്നുണ്ട്, ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതുപോലെ ലൈക്ക് ഇൻഡോ ഗ്രീക്സ് വരുന്നുണ്ട്, അതുപോലെ ലൈക്ക് ഷഗ റൂളേഴ്സ്. ഓക്കെ, ഷഗ എറൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുഷാന ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കനിഷ്കനെ കുറിച്ച് പറഞ്ഞു. കനിഷ്കനെ കുറിച്ച് പറഞ്ഞ സമയത്ത് തനിഷ്ക് എന്ന ടാറ്റയുടെ ഗോൾഡ് ബ്രാൻഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ് ഇതെല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതോട് കൂടിയിട്ട് മൗര്യ സാമ്രാജ്യം ഒരു തകർച്ചയിലേക്ക് പോവുകയാണ്. അതോട് കൂടിയിട്ട് തകർന്നടിഞ്ഞു. ഓക്കെ, മൗര്യ സാമ്രാജ്യം തകർന്നടിഞ്ഞു. പിന്നീട് ഏകദേശം ഒരു 600-700 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു സാമ്രാജ്യം നമ്മുടെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ, സബ് കോണ്ടിനെന്റിൽ വളർന്നു വരുന്നത്. അതാണ് ഗുപ്ത സാമ്രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഗുപ്ത സാമ്രാജ്യം. അപ്പൊ മൗര്യന് ശേഷം ഇനി നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു രാജവംശം എന്ന് പറയുന്നത് ഗുപ്ത സാമ്രാജ്യമായിരിക്കും. അത് ഏകദേശം 320 AD കാലഘട്ടത്തിലാണ്. ഓക്കെ, സോ ഒരു 320 to ലൈക്ക് ഒരു 450 അല്ലെങ്കിൽ ലൈക്ക് അറൌണ്ട് ഇത്രയും കാലഘട്ടത്തോളം, ഒരു 100 വർഷത്തോളം പിന്നീട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അടക്കി ഭരിക്കുന്നത് ഗുപ്തയാണ്. ഓക്കെ, സോ ചന്ദ്രഗുപ്ത, സമുദ്രഗുപ്ത, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ റിനൗണ്ട് ആയിട്ടുള്ള രാജാക്കന്മാര് ഈ ഒരു ഗുപ്ത ഡൈനസ്റ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി ഗുപ്ത ഡൈനസ്റ്റിയെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, എ സിൽവർ പേപ്പർ റാപ്ഡ്. So what? With the guest. Imagine the surprise when he has told he is about to have sit and play veena and recite poetry. A musician king. Who was that? So ഇവിടെ പറയുന്നത്, Arvind had been chosen to act as a king in the school play. He had expected to march solemnly in splendid robes, to twirl his mustache and wield the silver paper wrapped. So ഇവിടെ ജസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. Sit and play veena, poetry, musician king. ഓക്കെ, സോ ഈ ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുപ്ത ഡൈനസ്റ്റിയാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഗുപ്താസിനെ കുറിച്ചാണ് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കും. ബട്ട് ദിസ് ഇൻഫർമേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സിറ്റ് ആൻഡ് പ്ലേ വീണ. അപ്പൊ ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുപ്ത കാലഘട്ടത്തിലെ കോയിൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഇനി ഇത് എങ്ങനെയാണ് UPSCക്ക് റെലവെന്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. UPSC ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ചോദ്യമായിരുന്നു ഇത്. ഞാൻ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇതാണ്: ഹൗ ഡു യു ജസ്റ്റിഫൈ ദ വ്യൂ ദാറ്റ് ദ ലെവൽ ഓഫ് എക്സലൻസ് ഇൻ ഗുപ്ത ന്യൂമിസ്മാറ്റിക് ആർട്ട് ഇസ് നോട്ട് അറ്റ് ഓൾ നോട്ടീസിയബിൾ ഇൻ ലേറ്റർ ടൈംസ്? അപ്പൊ ഗുപ്ത കോയിൻസിൽ ഉണ്ടായിരുന്ന ആ ഒരു ന്യൂമിസ്മാറ്റിക് ആർട്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ?
അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഡെഫിനറ്റ്ലി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അതിൽ മെൻഷൻ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇവിടെ ഈ കൾച്ചറൽ തീംസ് എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കിങ് സമുദ്രഗുപ്ത പ്ലേയിങ് ദ വീണ. ഓക്കെ, അതായത് അവിടെ കൊടുക്കേണ്ട എക്സാമ്പിൾ ആണ് ആ ഒരു ക്വസ്റ്റ്യനിലെ കൾച്ചറൽ തീംസ്, അതിൽ കൊടുക്കേണ്ട എക്സാമ്പിൾ ആണ് കിങ് സമുദ്രഗുപ്ത പ്ലേയിങ് വീണ. അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സിറ്റ് ആൻഡ് പ്ലേ വീണ. ഗുപ്ത കോയിൻസിലെ സമുദ്രഗുപ്തയെ കുറിച്ചിട്ടുള്ള ഒരു മെൻഷൻ ആണ് ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ദെൻ ഇതോട് കൂടിയിട്ട് ഗുപ്ത കാലഘട്ടം ആകുന്നതോട് കൂടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രാജാക്കന്മാർ എമർജ് ചെയ്തു. ആ രാജാക്കന്മാരായതോട് കൂടിയിട്ട് അവർക്ക് അവരുടെ പ്രശസ്തി അല്ലെങ്കിൽ അവരിങ്ങനെ ഭരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ധീരകൃത്യങ്ങൾ വരുന്ന തലമുറ കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ള രൂപത്തിലേക്ക് അവർ പ്രശസ്തികൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവരുടെ പ്രശസ്തി ഒരുപാട് കാലഘട്ടത്തിലേക്ക് നിലനിൽക്കണം എന്നുള്ള അർത്ഥത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രശസ്തികൾ അവർ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രശസ്തി ഉണ്ട്. ഓക്കെ, ലൈക്ക് ആഗ്ര പ്രശസ്തി, അതുപോലെ അലഹബാദ് പ്രശസ്തി. ഓക്കെ, ഇങ്ങനെ ഒരുപാട് പ്രശസ്തികൾ ഓരോ രാജാക്കന്മാര് പല കാലഘട്ടത്തിലായിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രശസ്തി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജാവ് ചെയ്തിട്ടുള്ള ധീരകൃത്യങ്ങളെ വരും തലമുറ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ആർട്ടിഫാക്ട്സ് അതല്ലെങ്കിൽ ആർക്കിടെക്ചറൽ റിമൈനൻസിനെയാണ് നമ്മൾ പ്രശസ്തികൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രശസ്തി എന്താണെന്നുള്ളത് കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതോട് കൂടിയിട്ട് ഒരു പൂർണ്ണ രൂപത്തിലേക്കുള്ള ഒരു കിങ്ഷിപ്പ് അല്ലെങ്കിൽ ഒരു രാജഭരണം ആരംഭിക്കുകയാണ്. ഒരു കിങ്ഷിപ്പ് അല്ലെങ്കിൽ രാജഭരണം. രാജാവിന് എന്തുണ്ടായിരിക്കും? അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ സൗകര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് കൊട്ടാരം നർത്തകിമാരും അതുപോലെ തന്നെ കൊട്ടാരത്തിലെ പാട്ടുകാരും അതുപോലെ തന്നെ കൊട്ടാരത്തിലെ എഴുത്തുകാര് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി രാജാവിനെ പുകഴ്ത്തി പാടുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. അങ്ങനെ രാജാവിനെ കുറിച്ച് പുകഴ്ത്തി പാടുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള പ്രശസ്തികളൊക്കെ നിർമ്മിക്കുന്നത്. ഓക്കെ, സോ ആ രൂപത്തിലേക്ക് ഒരു സുഖലോലുപതയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ടോട്ടൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങളുടെ ഒരു ഇൻഫർമേഷനിൽ വെക്കുക, ആ ഒരു സോഷ്യൽ ചേഞ്ച് എങ്ങനെയായിരുന്നു എന്നുള്ളത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് സമുദ്രഗുപ്ത. അപ്പൊ സമുദ്രഗുപ്തയാണ് ഈ പറയുന്ന വീണ വായിക്കുന്ന രാജാവ്. അത് എവിടെയാണ് ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത്? അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കോയിനിൽ ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ ഈസ് എ ഫേമസ് റൂളർ ഫ്രോം ദ ഗുപ്ത ഡൈനസ്റ്റി. അടുത്തത് സമുദ്രഗുപ്തയുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. ആ ഇൻസ്ക്രിപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഈ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ കുറച്ച് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അലഹബാദ് ഇൻസ്ക്രിപ്ഷൻ കുറച്ച് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലഹബാദ് ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ അലഹബാദ് ഇൻസ്ക്രിപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടോട്ടൽ 3 ഡൈനാസ്റ്റികളെ നിങ്ങൾ പഠിക്കുമെന്നുള്ളത്. അതിൽ ഒന്നാമത്തത് അശോകനായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ ആളെ നിങ്ങൾ പഠിച്ചു സമുദ്രഗുപ്തനാണ്. രണ്ടുപേരും ആൻഷ്യൻ ഇന്ത്യയിൽ നിന്നാണ്. ഇനി മിഡീവൽ ഇന്ത്യയിൽ നിന്ന് ഒരാളെ കൂടെ നിങ്ങൾ പഠിക്കും. ഒരു പ്രശസ്തനായ ഒരു ചിത്രകാരനായിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയെ അല്ലെങ്കിൽ ഒരു രാജാവിനെ കൂടി നിങ്ങൾ മിഡീവൽ സമയമാകുന്ന സമയത്ത് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അലഹബാദ് പ്രശസ്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കും. ഇങ്ങനെ അശോകന്റെ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഡെഫിനറ്റ്ലി ഇത് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്. കാരണം തന്റെ ധമ്മ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അശോകൻ സ്ഥാപിച്ചതാണ് ഈ പറയുന്ന അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ആ പില്ലർ ഇൻസ്ക്രിപ്ഷനില് ഹരിഹര എന്ന് പറയുന്ന ഒരാളുടെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഹരിസേന എന്ന് പറയുന്ന ഒരാളുടെ സഹായത്തോട് കൂടിയിട്ട് ഓക്കെ സമുദ്രഗുപ്തൻ ഒരു കാവ്യം അല്ലെങ്കിൽ തന്റെ ധീരകൃത്യങ്ങളെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൊത്തിവെക്കുന്നുണ്ട്. ആ കൊത്തിവെക്കുന്നതിനെയാണ് പ്രശസ്തി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇൻസ്ക്രിപ്ഷൻ ഓഫ് സ്പെഷ്യൽ കൈൻഡ് ഇസ് നോൺ ആസ് പ്രശസ്തി. അദ്ദേഹത്തിന്റെ ധീരകൃത്യങ്ങളെ കൊത്തിവെച്ച പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ് അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രശസ്തികളുണ്ട്. അത്തരത്തില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രശസ്തി പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു രാജാവാണ് ഗൗതമിപുത്ര ശ്രീ സത്കരണി. നമ്മൾ ഇന്നലെ പഠിച്ച സമയത്ത് മെൻഷൻ ചെയ്ത ഒരു രാജാവാണ് ഗൗതമിപുത്ര ശ്രീ സത്കരണി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഗൗതമിപുത്ര. ഓക്കെ, സാധാരണ നമ്മള് അച്ഛന്റെ പേരാണ് പറയാറ്. പക്ഷെ ഇവിടെ ഗൗതമിയുടെ പുത്രൻ ഗൗതമിപുത്ര എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മാട്രി ലീനിയൽ. ഓക്കെ, മാട്രി ലീനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിന്റെ പേരായിരിക്കും മക്കൾക്ക് ഇടുന്നത്, അമ്മയുടെ പേരായിരിക്കും മക്കൾക്ക് ഇടുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ മാട്രി ലീനിയൽ എന്ന് പറയുന്നത്. സോ മാട്രി ലീനിയൽ ഡൈനസ്റ്റി ഗൗതമിപുത്ര ശ്രീ സത്കരണി.
അപ്പൊ ഈ മാട്രിലീനിയൽ ആയിട്ടുള്ള ഡൈനാസ്റ്റി ഏതാണ് എന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത്തരത്തില് മാട്രിലീനിയൽ ആയിട്ടുള്ള ഒരു ഡൈനസ്റ്റി ഏതാണ് എന്നുള്ള ചോദ്യം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അത് KS എക്സാമിനേഷന്റെ പ്രിലിംസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. KS എക്സാമിനേഷന്റെ പ്രിലിംസിലും ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പ്രശസ്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് സ്ക്രിപ്റ്റ് ഏതാണ് എന്നുള്ളൊരു ചോദ്യം ഞാൻ കാണിച്ചു തന്നു. അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ചുകൂടെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ മാട്രിലീനിയൽ ആയിട്ടുള്ള രാജവംശം ഏതാണ് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ലാത്തതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പിന്നെ ക്യാൻസൽ ചെയ്യുകയൊക്കെ ഉണ്ടായി. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയറിലെ ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്, അതും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു രാജാവാണ് സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ചന്ദ്രഗുപ്ത ഫസ്റ്റ്, ചന്ദ്രഗുപ്ത സെക്കൻഡ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ സമുദ്രഗുപ്ത പൊതുവെ അറിയപ്പെടുന്നത് ഇന്ത്യൻ നെപ്പോളിയൻ എന്നാണ്. ഓക്കെ, ഇന്ത്യൻ നെപ്പോളിയൻ. സോ അദ്ദേഹം എന്ന് പറയുന്നത് ഹിസ് ബേസിക് പോളിസി വാസ് കോൺക്വസ്റ്റ്. ഓക്കെ, നെപ്പോളിയനും അറിയപ്പെടുന്നത് കോൺക്വസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സമുദ്രഗുപ്ത അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിലായിരുന്നു. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മുഴുവൻ കീഴടക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം തന്റെ പട നയിച്ചിട്ടുണ്ടായിരുന്നത്. അതില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി എന്ന് പറയുന്നതും ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് പൂർണ്ണമായിട്ട് കീഴടക്കുക എന്നതാണ്. അപ്പം അദ്ദേഹം 2 സമുദ്രങ്ങൾക്കിടയിലുള്ള പ്രദേശങ്ങളെ മുഴുവൻ കീഴടക്കി എന്നാണ് പറയാറുള്ളത്. 2 സമുദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൽ ജസ്റ്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് വരയ്ക്കുന്നില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രദേശം, ഗുജറാത്തിന്റെ ഈ ഒരു പ്രദേശം, ഇവിടെ വരെ ഓഷ്യൻ ഉണ്ട്. ഇവിടെ അറേബ്യൻ ഓഷ്യൻ വരുന്നുണ്ട്, ഓർ ലൈക്ക് അറേബ്യൻ സീ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ മുതൽ ബേ ഓഫ് ബംഗാളിന്റെ ഈ ഒരു അറ്റം വരെ ഈ 2 സമുദ്രങ്ങൾക്കിടയിലുള്ള മുഴുവൻ ലാൻഡും കീഴടക്കിയിട്ടുള്ള ഒരു രാജാവ് എന്നൊരു വിശേഷണം കൂടെ സമുദ്രഗുപ്തയ്ക്ക് ഉണ്ട്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഈ പറയുന്ന ഹരിസേന അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ എഴുതി വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്രത്തോളം യുദ്ധം നയിച്ച ഒരു രാജാവായതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരുപാട് പുകഴ്ത്തി പറയാൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്, ലൈക്ക് ബെറ്റർ റീഡ് ഇറ്റ്. ഓക്കെ, ഇതൊന്നും ഒരു കാര്യം വിട്ടുപോകാതെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ റീഡ് ചെയ്യുന്നതാണ് നല്ലത്. ദെൻ ഇവിടെ വളരെ കൃത്യമായിട്ട് ആ ഒരു കോയിൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഹീസ് പ്ലേയിങ് ദ വീണ. ദെൻ അതിന്റെ അടുത്ത സൈഡിൽ പറയുന്ന കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് ഓർക്കുക. ലൈക്ക് ഇവിടെ ഒരു രാജകുമാരി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യൂനെയും കൂടെ പോർട്രേ ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ബട്ട് എനിവേ ഓൺ ദി അതർ സൈഡ് ദർ ഇസ് ദിസ് ക്യൂൻ. ഓക്കെ, സോ ഒരു ക്യൂനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഒരു രാജാവിനെ കുറിച്ചിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ കാണാം. അതുപോലെ തന്നെ ഇത് ഗോൾഡ് കോയിൻ ആണ്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഡൈനാസ്റ്റി കൂടിയാണ് ഗുപ്ത ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതും കൂടെ ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ ചോദ്യം നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതും കൂടെ ഇവിടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവാം. ദ ലെവൽ ഓഫ് എക്സലൻസ് ഇൻ ഗുപ്താസ് ന്യൂമിസ്മാറ്റിക് ആർട്ട്, ഓക്കെ, ഇസ് നോട്ടീസിയബിൾ ഇൻ ലേറ്റർ ടൈംസ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഗുപ്ത കാലഘട്ടത്തിലെ ഈ പറയുന്ന കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഗോൾഡിലാണ്. ഓക്കെ, പിന്നീട് വന്ന രാജാക്കന്മാരൊന്നും ഗോൾഡിലല്ല. പിന്നീട് വന്നിട്ടുള്ള ആൾക്കാർ സിൽവർ, കോപ്പർ, ബ്രോൺസ്, ഓക്കെ, ഇതിലൊക്കെയാണ് കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗോൾഡ് ആണ്. ഗോൾഡ് ഇസ് ലൈക്ക് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. അപ്പൊ നമ്മൾ ആഭരണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വിവിധ കൊത്തുപണികൾ ചെയ്യാറുള്ളത് ഗോൾഡിലാണ്. കാരണം ഗോൾഡിൽ നമുക്ക് ഒരുപാട് കൊത്തുപണികളും ഡീറ്റെയിലിംഗും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അത്രത്തോളം നമുക്ക് മറ്റു മെറ്റൽസിൽ സാധിക്കണം എന്നില്ല. അതുകൊണ്ടാണ് അത്രത്തോളം ആർട്ടിഫിഷ്യൽ എക്സലൻസ് അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു ന്യൂമിസ്മാറ്റിക് എക്സലൻസ് ഗുപ്ത ഡൈനസ്റ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ ഇറ്റ് ആൾസോ ഷോസ് ദ എക്കണോമിക് പ്രോസ്പെരിറ്റി. ഓഫ് ദി ഗുപ്ത. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ ആൻസർ വരേണ്ടത്. അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഇന്റർലിങ്ക് ചെയ്യണം. ഇപ്പം ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. Like the Gupta dynasty is one of the most prosperous era of the Indian subcontinent or the Indian ancient history. Because of that, the Gupta dynasty issued most of their coins in gold, which is a malleable and a ductile metal. Hence, it is very much useful for artistic excellence. Okay, so you have to connect this way. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്താണ് ദാറ്റ് ആൻസർ ബിക്കം ലൈക്ക് വെരി മച്ച് കോംപ്രിഹെൻസീവ് ആൻഡ് എവറി കീവേഡ്സ് ആർ ദെയർ. ഓക്കെ, നൗ വിത്ത് എക്സാമ്പിൾസ് യു ഹാവ് ടു സബ്സ്റ്റാൻഷിയേറ്റ്. ഇനി എന്ത് ചെയ്യണം? എക്സാമ്പിൾസും കൂടെ കൊടുക്കുന്ന സമയത്ത് ദ ആൻസർ വിൽ ബിക്കം ലൈക്ക് ടു ദ മാർക്ക്. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. അതായത്
സമുദ്രഗുപ്തയുടെ പോളിസീസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഡൈനസ്റ്റിയെ കുറിച്ച് പഠിക്കുന്ന സമയത്തും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണമെന്നുള്ളത്. അതിൽ ആദ്യം വരുന്നതാണ് ആര്യവർത്ത എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, ആര്യവർത്ത എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയ അത് വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ദർ വർ ലൈക്ക് 9 റൂളേഴ്സ്. ആ 9 റൂളേഴ്സിനെയും 9 രാജാക്കന്മാരെയും ഹി ഹാഡ് അപ്രൂട്ടഡ്. സോ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാക്കന്മാരെ അപ്രൂട്ട് ചെയ്തു എന്നല്ല, അതിൽ പലരെയും അദ്ദേഹം കൊന്നു കളയുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ദക്ഷിണപഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യ. ഓക്കെ, സോ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവരെ പലതിനെയും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കീഴടക്കിയിട്ടുണ്ട്, ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനൊന്നും ഈ പറയുന്ന പോലെ കൊന്നു കളയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കീഴടക്കിയതിനു ശേഷം ആ പ്രദേശങ്ങൾ അവർക്ക് തന്നെ ഭരിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. സോ ഹീസ് ലൈക്ക് ബേസിക്കലി സറണ്ടേർഡ് ദം ഓർ കോൺക്വയർഡ് ദം, ബട്ട് ആഫ്റ്റർ ഡിഫീറ്റിംഗ് ഹി അലൗഡ് ദം ടു റൂൾ ദെയർ അഗെയിൻ. അതായിരുന്നു സമുദ്രഗുപ്തയുടെ ദക്ഷിണപഥ റീജിയണിലേക്കുള്ള പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് മൊത്തം ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആൻസറിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്തത് ആസാം റീജിയൻ, അതായത് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്ക് വരുന്ന സമയത്ത് കോസ്റ്റൽ ബംഗാൾ അതുപോലെ തന്നെ നേപ്പാൾ നോർത്തേൺ റീജിയൻ. ഇവിടെ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് ഗണസംഘാസ് ആണ്. ഗണസംഘാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഒരു രാജ്യത്ത് ചിലപ്പോൾ ഒരു രാജാവായിരിക്കും ഉണ്ടാകുന്നത്. ആ രാജാവിന്റെ മകൻ അടുത്ത രാജാവാകും, അദ്ദേഹത്തിന്റെ മകനോ ബന്ധുക്കാരോ അടുത്ത രാജാവാകും. ഇതിനെയാണ് നമ്മൾ ഹെറിഡിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഹെറിഡിറ്ററി സിസ്റ്റം. ഓക്കെ, ആ ഒരു ലീനിയേജിലായിരിക്കും രാജവംശം നിലനിന്ന് പോകുന്നത്. എന്നാൽ അതേ സമയത്ത് ഈ ആസാം ബംഗാൾ നേപ്പാൾ റീജിയനിലൊക്കെയുള്ള രാജവംശത്തിലെ അവിടെ ഇന്നത്തെ നമ്മുടെ ഗ്രാമസഭ പോലെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ജോയിൻ ചെയ്ത് ഒരുപാട് ക്ലാനുകൾ ഉണ്ടായിരിക്കും. ഈ ക്ലാനുകളെല്ലാം കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഗോത്രാസ് ഉണ്ടായിരിക്കും. ആ ഗോത്രങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് അവരൊരു രാജാവിനെ തെരഞ്ഞെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം നിലനിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡെമോക്രാറ്റിക് സിസ്റ്റം നിലനിന്നിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു ഗണസംഘാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഗണസംഘാസിനെ ഇദ്ദേഹം ഒന്നെങ്കിൽ ആക്രമിച്ചു അല്ലെങ്കിൽ അവരോട് എന്ത് ചെയ്തു, ട്രിബ്യൂട്ട് ആവശ്യപ്പെട്ടു. അതായത് നിങ്ങൾ എനിക്ക് കീഴടങ്ങണമെന്ന് പറഞ്ഞു. ഇനി ആക്രമണം ഒന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ഒരു സന്ദേശം അയച്ചിട്ട് നിങ്ങൾ എനിക്ക് കീഴടങ്ങണം. അങ്ങനെ കീഴടങ്ങുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ മീ ദ ട്രിബ്യൂട്ട്. ഓക്കെ, അങ്ങനെ ട്രിബ്യൂട്ട് നടത്തി. അങ്ങനെ അല്ലാത്തവർ എന്ത് ചെയ്തു, ആക്രമിച്ചു, എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് ട്രിബ്യൂട്ട് വാങ്ങി. അപ്പം ഈ ഒരു പ്രദേശത്തേക്കുള്ള ഇദ്ദേഹത്തിന്റെ പോളിസി ഒന്ന് ഓർത്തു വെക്കുക. അവിടെ ഗണസംഘാസ് ആണ് വരുന്നത്, അവരുടെ അടുത്ത് നിന്ന് ട്രിബ്യൂട്ട് ആണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇതല്ലാതെ ഇതിന്റെ ഒക്കെ പുറത്ത് നിൽക്കുന്ന ചില പ്രദേശങ്ങൾ, ഔട്ട്ലൈൻ ഏരിയാസ്, അവിടെ മേജർ ആയിട്ടുണ്ടായിരുന്നത് ഡിസെൻഡൻസ് ഓഫ് ദ കുഷാനാസ് ആൻഡ് ഷഗാസ് ആണ്. ഞാൻ പറഞ്ഞു മൗര്യ ഡൈനസ്റ്റി കഴിഞ്ഞു. മൗര്യ ഡൈനസ്റ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡോ ഗ്രീക്ക് ഇൻവേഷൻ ആണ് വരുന്നത്. ആ ഇൻഡോ ഗ്രീക്ക് ഇൻവേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ റിമൈനിങ് ആയിട്ടുണ്ടായിരുന്ന ഡൈനസ്റ്റീസ് ആയിരുന്നു കുഷാനാസ് ആൻഡ് ഷഗ ഡൈനസ്റ്റി എന്ന് പറയുന്നത്. ഇവരുടെ ഡിസെൻഡൻസും ഈ പറയുന്ന ഗുപ്ത ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഇതേ പ്രദേശങ്ങൾ ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവരുമായിട്ട് സമുദ്രഗുപ്ത ഉണ്ടാക്കിയിട്ടുള്ളത് മാരേജ് അലയൻസ് ആണ്. മാരേജ് അലയൻസ് ഉണ്ടാക്കി. ആ മാരേജ് അലയൻസ് പ്രകാരം ഈ രാജ്യങ്ങളെല്ലാം ആർക്ക് കീഴ്പ്പെട്ടു, സമുദ്രഗുപ്തന് കീഴ്പ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, സോ ഒരു ക്രോണോളജിക്കൽ ആയിട്ട് എന്താണ് സംഭവിച്ചെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ ഇവിടെ സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാരേജ് അലയൻസ് ഉണ്ടായി. അതുപോലെ തന്നെ ശ്രീലങ്കയിലെ റൂളർ, ഓക്കെ, ദ റൂളർ ഓഫ് ശ്രീലങ്ക, ഹി ആൾസോ സബ്മിറ്റഡ് ടു ഹിം ആൻഡ് ഓഫേർഡ് ഡോട്ടേഴ്സ് ഇൻ മാരേജ്. ഓക്കെ, സോ 4 പ്രദേശങ്ങളിലെയും പോളിസികൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇവിടെ ഒരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, സമുദ്രഗുപ്തയുടെ പോളിസി, വാട്ട് വാസ് ദ പോളിസി ഓഫ് ദ സമുദ്രഗുപ്ത ടുവേർഡ്സ് ഹിസ് കണ്ടംപററീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ആ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യു ഹാവ് ടു ഡ്രോ ദ മാപ്പ്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കും. അപ്പുറത്തേക്ക് ഇന്ത്യ ഉണ്ടെന്ന് ജസ്റ്റ് വിചാരിക്കുക. ഓക്കെ, ഞാൻ വരച്ച സമയത്ത് സ്പേസ് ഇല്ലാതെ. ഓക്കെ, സോ ഗുപ്ത ഡൈനസ്റ്റി എന്ന് പറയുന്നത് മേജർ ആയിട്ട് മൗര്യ ഡൈനസ്റ്റി വിട്ടു വന്ന ഈ ഒരു പ്രദേശത്താണ് ഗുപ്ത ഡൈനസ്റ്റി വരുന്നത്. ഇനി ബാക്കിയുള്ള പ്രദേശങ്ങൾ ഓരോന്നും മാർക്ക് ചെയ്യുക. ഇതാണ് ദക്ഷിണപഥ എന്ന് പറയുന്നത്. സോ ദക്ഷിണപഥയിലേക്ക് അദ്ദേഹം സ്വീകരിച്ചിരുന്ന പോളിസി എന്തായിരുന്നു? ഈ ബേസിക്കലി കോൺക്വയർഡ് ദം. ഓക്കെ, കോൺക്വയർഡ് ആൻഡ് ഡിഫീറ്റഡ് ബട്ട് ലെറ്റ് ദം റൂൾ അഗെയിൻ. ഇതായിരുന്നു ദക്ഷിണപഥയിലേക്കുള്ളത്. ഓക്കെ, അടുത്തത് നേപ്പാൾ അതുപോലെ തന്നെ ഈസ്റ്റേൺ റീജിയൻ. ഇവിടേക്കുള്ള പോളിസി എന്ന് പറയുന്നത് ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെന്റ്. ഹി ഓഫേർഡ് ഗണസംഘാസ് ടു പേ ഇയർലി ട്രിബ്യൂട്ട്. ഓക്കെ,
ടു പേ ഇയർലി ട്രിബ്യൂട്ട്. അതായിരുന്നു അവിടേക്ക് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന പോളിസി എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഒരു മേജർ ലൊക്കേഷൻ എന്ന് പറയുന്നത് കുഷാനാസ് ആൻഡ് ഷഗാസ് റൂൾ ചെയ്തിട്ടുള്ള പ്രദേശമാണ്. അത് ഈ നോർത്ത് വെസ്റ്റ് റീജിയൻ ആണ്. കാശ്മീർ ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശമാണ് കുഷാനാസ് ആൻഡ് ഷഗാസ് ഉണ്ടായിരുന്നത്. സോ ഹി ബിൽഡ് മാരേജ് അലയൻസ് വിത്ത് കുഷാനാസ് ആൻഡ് ഷഗ ഡിസെൻഡൻസ്. കുഷാന ഷഗ ഡിസെൻഡൻസുമായിട്ട് മാരേജ് അലയൻസ് ആണ് രൂപം കൊള്ളുന്നത്. ഇതിനടുത്തത് ശ്രീലങ്ക താഴെ കിടക്കുന്നു. അപ്പൊ ശ്രീലങ്കയുമായിട്ടുണ്ടായിരുന്ന പോളിസി എന്തായിരുന്നു? He offered or like he accepted the offer of daughters from Sri Lankan dynasty, thereby formed a marriage alliance. ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു മാപ്പ് വരച്ചിട്ട് അതിൽ കൃത്യമായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സോ മച്ച് അപ്പീലിംഗ്. ദെൻ ഈ ഒരു പ്രദേശമാണ് ആര്യവർദ്ധ എന്ന് പറയുന്നത്, ഡൽഹിയൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശം. ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ ഹി ഹാഡ് കോൺക്വേർഡ് ആൻഡ് അപ്രൂട്ടഡ്. ഓക്കെ, കോൺക്വേർഡ് ആൻഡ് അപ്രൂട്ടഡ് ഓർ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഹി കിൽഡ് ദം. ഓക്കെ, സോ ഇങ്ങനെ ഒരു മാപ്പ് വരച്ചിട്ട് ഓരോ പ്രദേശം കൃത്യമായിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് ഗുപ്ത ഡൈനസ്റ്റി ഉള്ളത്. സോ വാട്ട് വാസ് ഹിസ് പോളിസി? വളരെ കൃത്യമായിട്ട് ഈ ഒരു മാപ്പിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ മെയിൻസ് ആൻസറിലേക്ക് വരുമ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾ ആൻസർ എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ രൂപത്തിലാണ് ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിന്റെ മാപ്പ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ പാടലിപുത്ര ഈ ഒരു പ്രദേശം, ഈ ഒരു ഗ്രീൻ ഏരിയ എന്ന് പറയുന്നത് ദിസ് വാസ് ലൈക്ക് ആര്യവർദ്ധ. ദെൻ മേജർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ലൈക്ക് ഈ ഒരു പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സെൻട്രൽ ഇന്ത്യൻ ബെൽറ്റ് ഇവിടേക്കാണ് മേജർ ആയിട്ട് ഗുപ്ത ഡൈനസ്റ്റി വരുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഈ പുഷ്യഭൂതീസ് ഓഫ് ലൈക്ക് ഇവിടെ താനേശ്വർ. ഓക്കെ, താനേശ്വറിൽ ഉണ്ടായിരുന്ന ഒരു മേജർ രാജവംശമായിരുന്നു പുഷ്യഭൂതീസ് എന്ന് പറയുന്നത്, പുഷ്യഭൂതി ഡൈനസ്റ്റി. ഈ പുഷ്യഭൂതിയിൽ ഉണ്ടായിരുന്ന ഒരു മേജർ രാജാവായിരുന്നു ഹർഷവർദ്ധന എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ആര്യവർത്ത എന്ന് പറഞ്ഞത് നോർത്ത് ആണോ നോർത്ത് വെസ്റ്റ് ആണോ? ലൈക്ക് ഈ ഒരു പ്രദേശം നോർത്ത് വെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ മെയിൻ ആയിട്ട് ഇൻഡോ ഗ്രീക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ആര്യവർദ്ധ എന്ന് പറയുന്നത് മേജർ ആയിട്ട് ആര്യൻ രാജവംശം അല്ലെങ്കിൽ ആര്യൻ വംശജര് അധിവസിച്ച പ്രദേശമാണ്. അതായത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമനില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, അപ്പൊ ശ്രീരാമന്റെ പ്രദേശങ്ങളെയാണ് നമ്മൾ മേജർ ആയിട്ട് ഇതായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശം മുതൽ യു പി ഒക്കെ വരുന്ന അയോധ്യ ആ ഒരു പ്രദേശം. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ മേജർ ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. നോർത്ത് വെസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് ഇൻഡോ ഗ്രീക്സിന്റെ പ്രദേശമാണ്. അവിടെ ശക കുഷാൻ ഏരിയാസ് ആണ് വരുന്നത്. സോ ഈ ആര്യവ്രത എന്ന് പറയുന്ന ഏരിയാസിനെ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഗുപ്ത ഡൈനസ്റ്റി വരുന്നത്. കാരണം ഗുപ്ത ഡൈനസ്റ്റി മേജർ ആയിട്ട് ഈ ഒരു പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ആദ്യം ആക്രമിച്ച് കീഴടക്കി ഇല്ലാതാക്കിയത് ഈ ഒരു പ്രദേശമാണ്. ആ രാജവംശത്തിനെ അല്ലെങ്കിൽ ഈ പ്രദേശത്തുണ്ടായിരുന്ന മുഴുവൻ ഇവരെന്ത് ചെയ്തു, കോൺക്വസ്റ്റ് ചെയ്ത് അത് ഗുപ്ത ഡൈനസ്റ്റിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ഇൻഡോ ഗ്രീക്കിന്റെ എക്സ്റ്റൻഷൻ ഇത്രത്തോളം വരുന്നില്ല, ഇവിടെ വരെ മാത്രമേ വരുന്നുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ വരുന്ന ലൈക്ക് നേപ്പാൾ, ഈ പറയുന്ന ഭൂട്ടാൻ, അതുപോലെ ഈ ആസാം, ഈ പ്രദേശത്തേക്കൊക്കെ പിന്നെ ഗണസംഘാസ് ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഫൈൻ. സോ താനേശ്വറിലുള്ള മേജർ ഡൈനസ്റ്റി പുഷ്യഭൂതിയാണ്. പുഷ്യഭൂതിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളർ എന്ന് പറയുന്നത് ഹർഷവർദ്ധനാണ്. സോ ഇതിലെ രാജാവിനെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ ഡൈനസ്റ്റിനെ കുറിച്ചിട്ട് തീരെ പഠിക്കാനില്ല. കാരണം മറ്റ് രാജാക്കന്മാരെ കുറിച്ചിട്ടൊന്നും, പുഷ്യഭൂതിയിലെ മറ്റ് രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് വലിയ ഇൻഫർമേഷൻ ഒന്നുമില്ല. ഹർഷവർദ്ധനെ കുറിച്ച് മാത്രമേ നമുക്ക് മേജർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. സോ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഈ ഒരു ഗുപ്ത ഡൈനസ്റ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നീങ്ങാൻ പോകുന്നത് ഹർഷവർദ്ധന എന്ന് പറയുന്ന ഈ ഒരു രാജാവിനെ കുറിച്ചിട്ടായിരിക്കും ഇനി നിങ്ങൾ പഠിക്കുന്നത്. കാരണം ഗുപ്ത ഡൈനസ്റ്റി എന്ന് പറയുന്നത് ഒരു 500 AD ഒക്കെ ആകുന്നതോട് കൂടിയിട്ട് ഗുപ്ത ഡൈനസ്റ്റി പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഒരു 600 to 700 AD പിന്നെ എമേർജ് ചെയ്യുന്ന ഒരു മേജർ ആയിട്ടുള്ള രാജാവ് എന്ന് പറയുന്നത് ഹർഷവർദ്ധനാണ്. അതായത് ഗുപ്ത കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കുന്നത് പോസ്റ്റ് ഗുപ്ത ഫേസ് ആണ്. ആ പോസ്റ്റ് ഗുപ്ത ഫേസിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂളർ എന്ന് പറയുന്നതും ഹർഷവർദ്ധനെയാണ്. സോ അത് അവിടെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ അടുത്തതാണ് മധുര എന്ന് പറയുന്നത്. ഓക്കെ, ലൊക്കേഷൻ എവിടെയാണെങ്കിലും ഇറ്റ് കംസ് അണ്ടർ ദി യു പി ഏരിയയിലേക്ക് വരുന്നതാണ് മധുര എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുമ്പോൾ നിങ്ങൾ കുറെ കൂടെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ ബറൂച്ച്, ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ബറൂച്ച്, ഈ ബറൂച്ചിനെ കുറിച്ച് ഓൾറെഡി UPSC പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചോദിച്ചത് മോഡേൺ ഹിസ്റ്ററിയിലാണ്. ഓക്കെ, ഐ വിൽ ജസ്റ്റ് ഷോ യു.
So ഇവിടെ in the first quarter of the 17th century, in which of the following was or were the factories of English East India Company located? Roach, അതുപോലെ like Tiruchinappalli, then like Chikkakolai. അപ്പം ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോന്നിന്റെയും ലൊക്കേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി കുറച്ചുകൂടെ നമ്മൾ താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ പല്ലവാസിന്റെ ലൈക്ക് കണ്ടംപററീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് പല്ലവാസ് കഴിഞ്ഞ് വീണ്ടും കുറച്ചു കാലം കൂടെ നിന്നിട്ടുള്ള ഒരു മേജർ ഡൈനാസ്റ്റിയാണ് ചാലൂക്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ചാലൂക്യാസ് ഓഫ് ഐഹോൾ. ദെൻ അടുത്തതാണ് പല്ലവാസ് ഓഫ് കാഞ്ചീപുരം, കാഞ്ചീപുരത്തിലെ പല്ലവാസ്. അതുപോലെ മഹാബലിപുരം. അപ്പൊ ഇത് പല്ലവാസിന്റെ ലൊക്കേഷൻ നിങ്ങൾ നോക്കുക. ഓക്കെ, പല്ലവാസ് ഓഫ് കാഞ്ചീപുരം. ഇവരെ കുറിച്ച് 2024 മെയിൻസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പല്ലവ ഓഫ് കാഞ്ചീപുരം. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് യു ഹാവ് ടു ഗിവ് ദി ലൊക്കേഷൻ ഇൻ ദി മാപ്പ്. സോ ചോദ്യം ഇതായിരുന്നു, estimate the contributions of Pallavas of Kanchi for the development of art and literature in South India 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇവിടെ ലൈക്ക് ഇവർ മാപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബട്ട് UPSC-യിൽ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത്, കാരണം അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു ആൻസർ ആണ്, അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഇൻക്ലൂഡ് ദ ലൊക്കേഷൻ. ജസ്റ്റ് ഈ ഒരു സൗത്ത് ഇന്ത്യയുടെ ഈ ഒരു ലൊക്കേഷൻ വരയ്ക്കുക. പല്ലവാസ് ഓഫ് കാഞ്ചി നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ദിസ് ഇസ് കാഞ്ചി, പല്ലവാസ് ഓഫ് കാഞ്ചിയുടെ ടെറിട്ടറി ഇതാണ്. അതുപോലെ തന്നെ അവിടെ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് മഹാബലിപുരം എന്ന് പറയുന്നത്. ഓക്കെ, പല്ലവാസ് ഓഫ് കാഞ്ചിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ലൊക്കേഷൻ, അവരുടെ ടെറിട്ടറിയിൽ ഉണ്ടായിരുന്ന ഒരു ലൊക്കേഷൻ ആണ് മഹാബലിപുരം എന്ന് പറയുന്നത്. കാരണം മഹാബലിപുരത്താണ് ഒരുപാട് ടെമ്പിൾസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് പാണ്ഡവാസിന് വേണ്ടിയിട്ടുള്ള ടെമ്പിൾസ് ഈ ഒരു പ്രദേശത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, മഹാബലിപുരം. ഓക്കെ, ഒരു ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുമ്പോൾ നിങ്ങൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലൊക്കേഷനും കൂടെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു മാപ്പ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ഫിഗർ ലൊക്കേഷൻ ഓഫ് ദി പല്ലവാസ് ഓഫ് കാഞ്ചി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ഇവരുടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ വരുന്ന ബാക്കി എക്സാമ്പിൾസ് കൊടുത്തിട്ടായിരിക്കും ആൻസർ പോകുന്നത്. ബട്ട് ഈ ഒരു NCERT പഠിക്കുന്ന സമയത്ത് തന്നെ ഓരോന്നിന്റെയും കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ പഠിച്ചതാണ് മൂവേന്തേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ലൈക്ക് ചേരാസ് വരുന്നുണ്ട്. ദെൻ പാണ്ഡ്യാസ് ഓഫ് മധുരൈ എന്നാണ് പറയാറുള്ളത്. ദെൻ ചോള ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പോർട്ടാണ് പുഹർ എന്ന് പറഞ്ഞു. പുഹർ എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയറിൽ ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അപ്പൊ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ദെൻ അരിക്കമേട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അരിക്കമേട്, അതും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ ഇവിടെ മേജർ ആയിട്ട് വൺ ഓഫ് ദി സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഡൈനസ്റ്റിയാണ് സദ്വാഹന ഡൈനസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, സദ്വാഹന ഡൈനസ്റ്റി എന്ന് പറയുന്നത് ഈ സദ്വാഹന ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തിൽ എമേർജ് ചെയ്യുന്നതാണ് അജന്ത കേവ്സ്. അജന്ത കേവ്സ് എന്ന് പറയുന്നത് ഇവരുടെ മുമ്പും ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു പ്രൊമിനന്റ് ആയിട്ട് വളർന്നു വരുന്നത് സദ്വാഹന ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തിലേക്കാണ്. ഓക്കെ, സോ അതും കൂടി ഇതിന്റെ ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കേവ് ആർക്കിടെക്ചറിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അജന്ത കേവ്സ്. ഓക്കെ, ഇതല്ലാതെ ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബിംബേഡക കേവ്സ്. ഓക്കെ, സോ അത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുള്ള ഒരു കേവ് ആയിരുന്നു. ദെൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. പാടലിപുത്ര ക്യാപിറ്റൽ ഓഫ് മൗര്യാസ് ആയിരുന്നു. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു നളന്ദ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഇൻ മോഡേൺ ഫോം, അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിന് അടുത്തൊരു ലൊക്കേഷൻ കൂടെ നോക്കി വെക്കുക, അമരാവതി. ഓക്കെ, സോ അമരാവതി ഈസ് ലൈക്ക് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ദിസ് ഈസ് റിലേറ്റഡ് ടു ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു മേജർ ലൊക്കേഷനാണ് അമരാവതി, ആന്ധ്രാപ്രദേശ്. അപ്പം ഈ ഒരു മാപ്പിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ എഗെയിൻ സമുദ്രഗുപ്തയുടെ ബാക്കി കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് സമുദ്രഗുപ്തയുടെ ലൈക്ക് പ്രശസ്തിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ദിസ് വൺ മെൻഷൻ സമുദ്രഗുപ്താസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് മദർ. സോ ഈ ഒരു പ്രശസ്തിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഫാമിലി ട്രീയെ കൂടി അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഹിസ് മദർ കുമാരദേവി.
belong to Lichavai Gana. Okay, so as you can see, it is a Gana. Okay, അവിടെ നിന്ന് ആ ഒരു ഗണസംഖ്യയുമായിട്ട് മാരേജ് അലയൻസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഈ സമുദ്രഗുപ്ത അല്ലെങ്കിൽ ഗുപ്ത ഡൈനസ്റ്റിയിലെ പല രാജാക്കന്മാരും മാരേജ് അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ സമുദ്രഗുപ്തയുടെ അച്ഛൻ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ലിച്ചാവൈ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് അല്ലെങ്കിൽ ഗണസംഖ്യയുമായിട്ട് മാരേജ് അലയൻസ് ഉണ്ടാക്കി അവിടുത്തെ കുമരദേവിയെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു രാജ്ഞി എന്ന് പറയുന്നത് ലിച്ചാവൈ പ്രിൻസസ് ആണ്. ഓക്കെ, സോ ഈ ലിച്ചാവൈ പ്രിൻസസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ ഒരുപാട് പവിത്രമായ മാതാക്കളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് ലിച്ചാവൈ എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ലിച്ചാവൈ എന്നുള്ള മറ്റൊരു രാജ്ഞി അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ കൂടി നിങ്ങൾ പഠിക്കും. ആൻഡ് ഹെർ സൺ ആൾസോ, അവരുടെ മകനെ കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പഠിക്കും. ഓക്കെ, സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു വെക്കുന്നത് മാത്രം. കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് അത് ആരാന്നുള്ളത് നിങ്ങൾ പഠിക്കും. സോ ദാറ്റ്സ് എ സസ്പെൻസ്. സോ ലെറ്റ് ഇറ്റ് ബി ദേർ. പിന്നെ അടുത്തത് ജസ്റ്റ് സെക്കൻഡ്. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. ഓക്കെ, അത് ഇടയ്ക്ക് കറണ്ട് പോയി, അതുകൊണ്ടാണ്. ഓക്കെ, റിയലി സോറി. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ കാണുന്നില്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഹലോ, സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞു. ലിച്ചാവൈ പ്രിൻസസിനെ കുറിച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പഠിക്കും. ദെൻ ഇദ്ദേഹത്തിന്റെ ഫാദർ, സമുദ്രഗുപ്തയുടെ ഫാദർ ആയിരുന്നു ചന്ദ്രഗുപ്ത എന്ന് പറയുന്നത്. ഓക്കെ, സോ ചന്ദ്രഗുപ്തനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നിങ്ങൾ പഠിക്കും. ചന്ദ്രഗുപ്തന്റെ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന നവരത്നാസ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അതിൽ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമുക്ക് എന്താ പറയാ, ഒരാളായിരുന്നു കാളിദാസൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കാളിദാസനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, സമുദ്രഗുപ്തനും സോറി ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു സമുദ്രഗുപ്തന്റെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ചന്ദ്രഗുപ്തൻ, അദ്ദേഹം ചന്ദ്രഗുപ്തനായിട്ടുള്ള റിലേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഓർത്ത് വെക്കുക. ഓക്കെ, ചന്ദ്രഗുപ്തനെ കുറിച്ചിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇനി പഠിക്കുന്നതായിരിക്കും. ചന്ദ്രഗുപ്തനെ കുറിച്ച് മാത്രം പ്രീവിയസ് ഇയറിലെ മീൻസിലും അതുപോലെ തന്നെ പ്രിലിംസിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ഒരു കാലഘട്ടം ആയതോട് കൂടിയിട്ട് രാജാക്കന്മാര് അവരുടെ പ്രശസ്തി, അതുപോലെ തന്നെ അവരുടെ വീരാപവാദങ്ങൾ എന്നൊക്കെ പറയാറില്ല, വീരദാനങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്ത വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കി എഴുതി വെക്കാനും പറയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തങ്ങളുടെ ശക്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള പേരുകളൊക്കെ അവർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിൽ ചില പേരുകളായിരുന്നു മഹാരാജ, മഹാരാജാതിരാജ, ഓക്കെ, രാജാതിരാജ, ഇങ്ങനെ പല പേരുകൾ ആ കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ സമുദ്രഗുപ്തയുടെ ഒരു പേരാണ് ദ ഗ്രാൻഡ് ടൈറ്റിൽ ഓഫ് ദി മഹാരാജാതിരാജ. ഇറ്റ്സ് എ ടൈറ്റിൽ ഓഫ് ദി സമുദ്രഗുപ്ത. ഓക്കെ, ആൻഡ് ഹിസ് ഗ്രേറ്റ് ഗ്രാൻഡ് ആൻഡ് ദ ഗ്രാൻഡ് ഫാദർ were mentioned simply as മഹാരാജ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മഹാരാജയാണെങ്കിൽ മകൻ മഹാരാജാതിരാജ.
ഓക്കെ, സോ ഓരോ കാലഘട്ടം കഴിയുന്നതോട് കൂടിയിട്ട് അച്ഛനേക്കാൾ വലിയ മകൻ എന്നുള്ള രൂപത്തിലേക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള പേരുകൾ അവര് സ്വീകരിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. ഓക്കെ, ദെൻ അദ്ദേഹത്തിന്റെ എക്സ്പെഡീഷൻസും കാര്യങ്ങളുണ്ട്, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഷ്യഭൂതീസ് ഓഫ് താനേശ്വർ. താനേശ്വറിൽ അറൌണ്ട് ഒരു 600, ഓക്കെ, AD 600 കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുള്ള ഒരു രാജാവായിരുന്നു. 620 അറൌണ്ട് ആണ് എക്സാക്ട് കാലഘട്ടം വരുന്നത്. 620 AD ആ ഒരു കാലഘട്ടത്തിൽ പുഷ്യഭൂതിയിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നു. പുഷ്യഭൂതി ഡൈനസ്റ്റിയുടെ ഭാഗമായി താനേശ്വർ ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാവായിരുന്നു ഹർഷവർദ്ധന. ഓക്കെ, സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കേണ്ട ഒരു കൃതിയാണ് ഹർഷചരിത എന്ന് പറയുന്നത്. ഹർഷന്റെ ചരിതം, ഹർഷചരിത. ഓക്കെ, സോ ഒരു ബയോഗ്രഫി അല്ലെങ്കിൽ ഒരു ബൈബിളോഗ്രഫി എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹർഷചരിത എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് 1400 years ago. Then ഹർഷവർദ്ധന he ruled in this particular region. ഓക്കെ, ആ ഒരു താനേശ്വർ പ്രദേശത്ത് ഭരിച്ചിരുന്ന രാജാവായിരുന്നു. ഓക്കെ, പിന്നെ അടുത്തത് then his court poet was ബാണഭട്ട. ഇതൊന്നും ഓർത്ത് വെക്കണം, ബാണഭട്ട. he wrote ഹർഷചരിത. കാരണം ബാണഭട്ടയെ കുറിച്ച് പ്രീവിയസ് ഇയറിൽ ചോദ്യം വന്നിട്ടുണ്ട്, ഹർഷചരിതനെ കുറിച്ചിട്ടും ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഐ വിൽ ഷോ യു. Not this one. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടം അവരുടെ കാലഘട്ടത്തിലെ പ്രധാന ആളുകളെ കുറിച്ചും പഠിക്കേണ്ട വരും എന്നുള്ളത്. സോ ആസ് യു ക്യാൻ സി, അമരസിംഹ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹർഷവർദ്ധന. ഈ ഹർഷവർദ്ധനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ചന്ദ്രഗുപ്ത സെക്കൻഡിനെ കുറിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് നിങ്ങൾ പഠിക്കുമെന്നുള്ളത്. സോ ചന്ദ്രഗുപ്ത സെക്കൻഡ് അദ്ദേഹത്തിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു കാളിദാസ. ഓക്കെ, സോ അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും, അതും നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ദെൻ ബാണഭട്ടയെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ലെറ്റ് മീ ചെക്ക് ഇറ്റ്. ദെൻ ചൈനീസ് ട്രാവലർ യുവാൻസാങ്. യുവാൻസാങ്ങിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ്, അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക, ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ദെൻ മൃച്ഛഘടിക. ഓക്കെ, മൃച്ഛഘടികയെ കുറിച്ചിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്, ഇത് നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ഈ ചോദ്യം ലൈക്ക് ചന്ദ്രഗുപ്ത സെക്കൻഡ്, ഓക്കെ, രാജാവിനെ കുറിച്ച് വീണ്ടും വന്നിട്ടുണ്ട്. ദെൻ ദ മിലിറ്ററി എക്സ്പ്ലോയിറ്റ്സ് ഓഫ് ദി സമുദ്രഗുപ്ത. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഈ മിലിറ്ററി എക്സ്പ്ലോയിറ്റേഷൻസ് ഓർ ലൈക്ക് എക്സ്പെഡീഷൻ ഓഫ് ദി സമുദ്രഗുപ്ത. അത് ഓരോ പ്രദേശവും ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് അദ്ദേഹം ആര്യവർദ്ധയിലേക്ക് എന്താണ് ചെയ്തത്, ശ്രീലങ്കയുമായിട്ട് എന്താണ് ചെയ്തത്, അതുപോലെ ആസാം നേപ്പാൾ പ്രദേശത്തേക്ക് എന്താണ് ചെയ്തത്, ദക്ഷിണ പദയിലേക്ക് അല്ലെങ്കിൽ ദക്ഷിണ പ്രദേശത്തേക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് അദ്ദേഹം എന്താണ് ചെയ്തത്, അതുപോലെ തന്നെ കുഷാനാസ് ആൻഡ് ഷഗ ഡൈനസ്റ്റീസിന്റെ അവരുടെ ഹെറിഡിറ്ററി അല്ലെങ്കിൽ അവരുടെ പിൻകാല സമൂഹത്തിനോട് അല്ലെങ്കിൽ പിൻകാല രാജാക്കന്മാരോട് എന്താണ് ചെയ്തത്, ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ അതിന്റെ ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പഠിക്കും. ദെൻ മുദ്ര രാക്ഷസ ഓഫ് ദി വിശാഖദത്ത. അഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, അതിലും പ്രീവിയസ് ഇയറിൽ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, ഹർഷചരിത ബാണഭട്ട. ഓക്കെ, പ്രീവിയസ് ഇയറിൽ UPSC ചോദിച്ചിട്ടുള്ളതാണ്, 1998 ചോദിച്ചതാണ്. ബട്ട് ദിസ് ക്വസ്റ്റ്യൻ ഇൻ റീസെന്റ് 5 years അഗെയിൻ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ത്രീമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, മുദ്ര രാക്ഷസ, അതുപോലെ ഹർഷചരിത, ബുദ്ധചരിത, മൃച്ഛഘടിക, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതായിരിക്കും, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സോ ബാണഭട്ട, ഹർഷചരിത UPSC പ്രീവിയസ് ഇയറിൽ പ്രിലിംസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ഇൻ സാൻസ്ക്രിത്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ട് പഠിക്കണം. ഈ ബാണഭട്ട ലൈക്ക് ഹർഷചരിത എഴുതിയത് ബാണഭട്ട ആണ് എന്ന് മാത്രമല്ല, അതിന്റെ ലാംഗ്വേജും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അത് ഏത് രാജാവിനെ കുറിച്ചായിരുന്നു എന്നുള്ളതും കൂടെ ഓർക്കണം, ഹർഷ. കാരണം ഞാൻ നിങ്ങൾക്ക് കുറച്ചു മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, UPSC ഇപ്പം മാച്ച് ദ ഫോളോയിങ് അല്ല, മാച്ച് ദ 3
എന്നുള്ള രൂപത്തിലാണ് ചോദിക്കുന്നത്. ഇവിടെ ലൈക്ക് എ ഉണ്ടായിരിക്കും, ഇവിടെയും ലൈക്ക് എന്തുണ്ടായിരിക്കും, 1 എന്നുണ്ടായിരിക്കും, ഇവിടെ ലൈക്ക് സംതിങ് എൽസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ കറക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ട് വരുന്ന ആൻസർ ഏതാണ് ശരി എന്നുള്ള രൂപത്തിലേക്ക് ചോദിച്ചിട്ടുണ്ട്. അവൻ ഒരു കാര്യം മാത്രം പഠിച്ചാൽ പോരാ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റു കാര്യങ്ങളോട് പഠിക്കണം എന്ന സിറ്റുവേഷനിലേക്ക് കറന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ UPSCയുടെ ക്വസ്റ്റ്യൻസ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ എഗെയിൻ ഹുയാൻ സാങ്, ഇതാണ് പഠിച്ചത്. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ള ഒരു ഹുയാൻ സാങ് ആണ് ഇത്. ഓക്കെ, സോ ഹി ആൾസോ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ഹർഷാസ് ഫോർട്ട്. സോ ഹർഷവർദ്ധനെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ചൈനീസ് പിൽഗ്രിം അല്ലെങ്കിൽ ഒരു ചൈനീസ് ട്രാവലർ ആണ് ഹുയാൻ സാങ് എന്നതും കൂടി ഓർത്തു വെക്കുക. സോ ഹർഷയായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടം 620 AD ആണ് വരുന്നത്. അദ്ദേഹത്തിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു പോയറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു കവിയായിരുന്നു ബാണഭട്ട എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രശസ്തിയാണ് ഹർഷചരിത എന്ന് പറയുന്നത്. അത് എഴുതിയിട്ടുള്ളത് സംസ്കൃതത്തിലാണ്. അദ്ദേഹത്തിന് വിസിറ്റ് ചെയ്തിട്ടുള്ള ചൈനീസ് പിൽഗ്രിമേജ് ആണ് ഹുയാൻ സാങ് എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, ദെൻ ഹർഷനെ കുറിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു സ്റ്റോറി ഇവിടെ ജസ്റ്റ് പറയുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യാം. ഓക്കെ, അതും കൂടെ ജസ്റ്റ് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒന്ന് റീഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ചാലൂക്യ ഡൈനസ്റ്റിയിലെ പുലകേശിൻ സെക്കൻഡ്, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഹർഷയും അതുപോലെ തന്നെ പുലകേശിനും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ലൈക്ക് ഏറ്റുമുട്ടിയിട്ടുണ്ട്. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹർഷ എന്ന് പറയുന്നത് ഹി വാസ് ലൈക്ക് ജസ്റ്റ് ലൈക്ക് ഗുപ്ത ഡൈനസ്റ്റി അല്ലെങ്കിൽ സമുദ്രഗുപ്തയെ പോലെ തന്നെ എക്സ്പെഡീഷൻസ് അതുപോലെ തന്നെ മിലിറ്ററി കോൺക്വസ്റ്റ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു രാജാവാണ് ഹർഷവർദ്ധന എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ചാലൂക്യ ഡൈനസ്റ്റിയിലെ പുലകേശിനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റുമുട്ടുന്നുണ്ട്. ഹി ട്രൈ ടു ക്രോസ് ദി നർമ്മദ ടു മാർച്ച് ഇൻ ടു ഡെക്കാൻ ബട്ട് വാസ് സ്റ്റോപ്ഡ് ബൈ ദ റൂളർ ബിലോങ്ങിങ് ടു ദി ചാലൂക്യ ഡൈനസ്റ്റി ഓഫ് ദി പുലകേശിൻ. അങ്ങനെ പുലകേശിൻ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പരാജയപ്പെടുത്തി തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. സോ UPSC ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തിരിച്ചാണ് തന്നത്. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെന്റ് തിരിച്ചായിട്ട് തന്നിട്ടുണ്ട്. അതായത് ഹർഷ ഡിഫീറ്റഡ് പുലകേശിൻ എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഹി ഡിഡ്ന്റ് ഡിഫീറ്റഡ്, ഹി ഗോട്ട് ഡിഫീറ്റഡ് ബൈ പുലകേശിൻ. ദിസ് ഇസ് ദ ഫാക്ട്. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് തിരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, UPSC പ്രീവിയസ് ഇയറിൽ പ്രിലിംസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതും കൂടെ ജസ്റ്റ് അതിന്റെ കൂടെ ഓർത്ത് വെക്കുക. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ലവാസ്, ഇത് 2024 മെയിൻസിൽ ചോദിച്ചു എന്നുള്ള രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ദെൻ ചാലൂക്യാസ് അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് പുലകേശിൻസ് പ്രശസ്തി. സോ പുലകേശിന്റെ ഈ ഒരു പ്രശസ്തിയിലാണ് ഹർഷവർദ്ധനെ പരാജയപ്പെടുത്തി എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ദ കിങ്ഡം ഓഫ് ദ പല്ലവാസ് സ്പ്രെഡ് ഫ്രം ദ റീജിയൻ അറൌണ്ട് ദിയർ ക്യാപിറ്റൽ കാഞ്ചീപുരം. കാവേരി ഡെൽറ്റ പ്രദേശത്താണ്. ദെൻ അതുവരെ ലൈക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന റീജിയനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശം കൂടെ ഞാൻ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ചാലൂക്യാസ്. ദർ സെന്റേഡ് അറൌണ്ട് ദ റായ്ചൂർ ഡോബാണ്, കൃഷ്ണ തുംഗഭദ്ര റിവർ ആണ്. ഓക്കെ, സോ അതും കൂടെ അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ദെൻ പല്ലവാസും അതുപോലെ തന്നെ ചാലൂക്യാസും ഇവരുടെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് ടെമ്പിൾ ആർക്കിടെക്ചറും അതിന്റെ എവല്യൂഷനും ആണ്. ഈ ചാലൂക്യാസിന്റെ ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഒരു എവല്യൂഷനാണ് പിന്നീട് ചോള ഡൈനസ്റ്റിയിൽ കാണുന്നത്. ഈ ചോള ഡൈനസ്റ്റിയുടെ ഈ ഒരു ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ എവല്യൂഷനാണ് പിന്നീട് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്നുള്ള രൂപത്തിലേക്ക് വരുന്നത്. ഇനി ചാലൂക്യയുടെ ഈ ഒരു ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി അതേ ചോദ്യം KSന്റെ മെയിൻസ് എക്സാമിനേഷനിൽ വന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് ഐ വിൽ ഷോ യു. KSന്റെ മെയിൻസ് എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഐ വിൽ ഷോ യു. ഓക്കെ, പാർട്ട് 1, 2, 3. So this was it. Examine the evolution of the structural temples of the Kerala from the rock cut temples. അപ്പൊ ഇത് നിങ്ങൾ ഈ പറയുന്ന ചാലൂക്യൻ ടെമ്പിൾ ആർക്കിടെക്ചറായിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അതല്ലാതെ ചാലൂക്യന്റെ ആർക്കിടെക്ചറിനെ കുറിച്ച് മാത്രമായിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോട്ട് ദിസ് വൺ വിൽ ബി ഹിയർ.
discuss the emergence of the Dravidian temple architecture. ഈ ദ്രവിഡിയൻ ടെമ്പിൾ ആർക്കിടെക്ചർ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് ഫ്രോം ചാലൂക്യ, ദെൻ ടു ചോള, ദെൻ ടു ദ്രവിഡിയൻ ആർക്കിടെക്ചർ. ഓക്കെ, സോ KS-ന്റെ മെയിൻസ് എക്സാമിനേഷനിലും ഈ ചോദ്യം വന്നിട്ടുണ്ട്. സോ പ്രിലിംസ് എക്സാമിന് UPSC-യുടെ പ്രിലിംസിനും മെയിൻസിലും എന്തായാലും വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഡൗട്ടും ഇല്ല, ക്വസ്റ്റ്യനും ഇല്ല. ബട്ട് KS-ന്റെ എക്സാമിനേഷനിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു എവല്യൂഷനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ്. ചാലൂക്യ ടു ചോള, ചോള ടു ലൈക്ക് ഫൈനലി ഈ ഒരു ദ്രവിഡിയൻ ടെമ്പിൾ ആർക്കിടെക്ചർ, അതിന്റെ എവല്യൂഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ചാലൂക്യയിലെ ഏറ്റവും ബെസ്റ്റ് നോൺ എന്ന് പറയുന്നത് പുലകേശൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉണ്ട്. ഓക്കെ, അത് എഴുതിയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ പ്രശസ്തി എഴുതിയിട്ടുള്ളത് രവി കീർത്തിയാണ്. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ആൻഡ് ഇറ്റ് ടെൽസ് അബൌട്ട് ഹിസ് ആൻസിസ്റ്റേഴ്സ്. എല്ലാ പുലകേശനിലും ആ രാജാവിനെ കുറിച്ച് മാത്രമല്ല, ഈ രാജാവ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇപ്പൊ മലയാളത്തിൽ ഒരു സിനിമയിലില്ലേ എന്റെ ഡാഡി ഇത് അറിഞ്ഞാലുണ്ടല്ലോ. സോ ദ സെയിം വേ രാജാക്കന്മാർ പറയുന്ന സമയത്ത് എന്റെ അച്ഛൻ അങ്ങനെയുള്ള ആളായിരുന്നു, എന്റെ അപ്പൂപ്പൻ അതിനേക്കാളും വലിയ ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ലീനിയേജ് മെൻഷൻ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പം ഓരോ ഡൈനസ്റ്റിയുടെയും ആ ഒരു ലീനിയേജ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കുന്നതിനും ഇതുവഴി നമുക്ക് സാധിക്കാറുണ്ട്. ഓക്കെ, സോ അതും കൂടെ അതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. രവികീർത്തി, he wrote the പ്രശസ്തി of the Pulakeshin. Then after the defeat of the Harsha, when he got defeated, Harsha was no longer Harsha. Pulakeshin also attacked the Pallava king who took shelter behind the walls of the Kanchipuram. കാരണം പല്ലവ കിങ് അവരുടെ റൂളിംഗ്, അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കാഞ്ചീപുരമാണ്. ഓക്കെ, അതുപോലെ പിന്നെ വരുന്നതാണ് മഹാബലിപുരം. ഓക്കെ, then but Chalukya victory was short-lived. Ultimately, both Pallavas and Chalukyas gave way to the new rulers belonging to Rashtrakuta. അടുത്തത് ഒരു ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ആൻഡ് ചോള ഡൈനസ്റ്റി. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ബിക്കോസ് പല്ലവാസ് ആൻഡ് ചാലുക്യാസ് ഗിവ് വേ ടു രാഷ്ട്രകൂട ആൻഡ് ചോള ഡൈനസ്റ്റി. പല്ലവ ഡൈനസ്റ്റിയിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, രാഷ്ട്രകൂട ഡൈനസ്റ്റിയും ചാലുക്യാസിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ചോള ഡൈനസ്റ്റിയും വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അതേ കാലഘട്ടത്തിൽ ബംഗാളിൽ എമേർജ് ചെയ്യുന്ന പാല ഡൈനസ്റ്റി ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പവർ സ്ട്രഗിൾ ആണ്. കാരണം ഈ ഒരു വെസ്റ്റേൺ റീജിയനിലെ രാഷ്ട്രകൂടാസ് വരുന്നുണ്ട്, സദേൺ റീജിയനിലെ ചോളാസ് വരുന്നുണ്ട്, ഈ ഒരു ഈസ്റ്റേൺ റീജിയൻസിലേക്ക് പാലാസ് വരുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ ആണ് ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു സിംഗിൾ റൂളർ അല്ല, ഒരു എംപയർ അല്ല, ഒരുപാട് രാജാക്കന്മാരാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എംപയർ ടു കിങ്ഡം എന്ന് ഈ ചാപ്റ്ററിന്റെ പേര് വന്നത്. സോ ആ ഒരു എംപയർ എന്ത് ചെയ്തു, നശിച്ചു. പിന്നീട് വന്ന ഗുപ്ത എംപയർ ഉണ്ടായിരുന്നു, അതും നശിച്ചു. ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ രാജവംശങ്ങളാണ് പിന്നീട് എമേർജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഈ ഒരു ഹർഷ ഡൈനസ്റ്റിയുടെ, ഇപ്പം ഹർഷയുടെയും അതുപോലെ തന്നെ ഗുപ്തയുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സിമിലർ ആണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, വലിയൊരു ഡിഫറൻസസ് ഒന്നും അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദെൻ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. അവിടെ പറഞ്ഞിട്ടുള്ള ഓരോ ആളുകളെയും കുറച്ച് നന്നായിട്ട് തന്നെ പഠിക്കണം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് മഹാദണ്ഡ നായക. ഓക്കെ, സോ ദണ്ഡ അല്ലെങ്കിൽ ദണ്ഡിക്കുക, ഒരാൾ തെറ്റ് ചെയ്താലാണ് എന്ത് ചെയ്യുന്നത്, ദണ്ഡിക്കുന്നത്. അങ്ങനെ ദണ്ഡിക്കുന്നതിലെ നായകൻ എന്ന് പറയുമ്പോൾ ഹീസ് ദ ലീഡർ. സോ മഹാദണ്ഡ നായക എന്ന് പറയുന്ന സമയത്ത് ഹീസ് ദ ചീഫ് ജുഡീഷ്യൽ ഓഫീസർ. ഓക്കെ, സോ അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, സോ ദെൻ അടുത്തത് ഹരിസേന വാസ് എ കുമര അമത്യ. അമത്യ എന്ന് പറയുന്നത് രാജാവിന്റെ മന്ത്രിമാർക്ക് പറയുന്ന പേരാണ്. ഓക്കെ, അടുത്തതാണ് ശാന്തി വിഗ്രാഹിക. ശാന്തി എന്ന് പറയുന്ന സമയത്ത് സമാധാനം. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഹീസ് ദ മിനിസ്റ്റർ ഓഫ് വാർ ആൻഡ് പീസ്. ഓക്കെ, അമത്യ എന്ന് പറയുന്നത് രാജാവിന്റെ മന്ത്രിമാർക്ക് പറയുന്ന പേരാണ് അമത്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടെ ഒന്ന് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, ഓർത്തു വെക്കുക. എന്തിന്റെ മിനിസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തി വിഗ്രാഹിക. ഓക്കെ, വിഗ്രഹിക്കുക അല്ലെങ്കിൽ നിഗ്രഹിക്കുക. സോ ശാന്തി വിഗ്രാഹിക, ഹീസ് ദി മിനിസ്റ്റർ ഓഫ് വാർ ആൻഡ് പീസ്. ദെൻ അടുത്ത ഒരു മേജർ ആളെന്ന് പറയുന്നത് നഗര ശ്രേഷ്ഠി. ഓക്കെ, നഗരശ്രേഷ്ഠി. സോ നഗര എന്ന് പറയുന്ന സമയത്ത് റൂറൽ ഏരിയ ആണ്. ദെൻ അടുത്തത് ശ്രേഷ്ഠി എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു മണി ഓർ ബാങ്ക്. ഓക്കെ, he is the chief banker or the chief merchant of the city. He is known as the Nagara Shreshti. Okay. Then Sarvadvaha, or a leader of the merchant caravans.
ദെൻ പ്രഥമ കുലിക. ഓക്കെ, കുലിക മീൻസ് ലൈക്ക് ക്രാഫ്റ്റ്മാൻ, അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന ഈ പോട്ട്. ഓക്കെ, സോ അതിനൊക്കെയാണ് ലൈക്ക് കുലിക എന്ന് പറയുന്നത്. സോ പ്രഥമ കുലിക എന്ന് പറയുന്ന സമയത്ത് ചീഫ് ക്രാഫ്റ്റ്മാൻ. ഓക്കെ, ദെൻ ലൈക്ക് കയത്താസ്. ഓക്കെ, കയസ്താസ്. ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ആരൊക്കെയാണ് മേജർ ആയിട്ടുള്ള ആളുകൾ, അതിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട്. അടുത്തത് എ ന്യൂ കൈൻഡ് ഓഫ് ആർമി. ഓക്കെ, അതിൽ ഏറ്റവും ഫസ്റ്റ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് സാമന്ത രാജാക്കന്മാർ. മഹാഭാരതമൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പാണ്ഡവന്മാരുണ്ടായിരിക്കും. പാണ്ഡവന്മാർക്ക് ഒരുപാട് സാമന്ത രാജാക്കന്മാരുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ഡവ രാജവംശത്തിന് അല്ലെങ്കിൽ പാണ്ഡവ രാജാവായിരുന്ന യുധിഷ്ഠിരന് കീഴ്പ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന രാജാക്കന്മാർ. ഇവരൊക്കെ സാമന്തന്മാരാണ്. ഇവർ ബന്ധുബലത്തിൽ റിലേറ്റഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യുധിഷ്ഠിരന്റെ സഹോദരന്മാരുമായിട്ടോ അല്ലെങ്കിൽ യുധിഷ്ഠിരന്റെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഈ രാജാക്കന്മാർക്ക് മാരേജ് അലയൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, യുധിഷ്ഠിരന്റെ സഹോദരന്മാരാണ് ബാക്കിയുള്ള പഞ്ചപാണ്ഡവന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ സാമന്ത രാജാക്കന്മാരുടെ ആരെങ്കിലും ഒക്കെ മക്കളെയോ അല്ലെങ്കിൽ സഹോദരിമാരെയോ ഓക്കെ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിവാഹം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ബന്ധുബലം ഇവർക്ക് ഉണ്ടായിരിക്കും. അപ്പം റിലേറ്റീവ് ആയിട്ട് ഈ രാജ്യത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അധീനതയിൽ നിലനിൽക്കുന്ന രാജാക്കന്മാരെയാണ് നമ്മൾ സാമന്ത രാജാക്കന്മാർ എന്ന് പറയുന്നത്. ആ സാമന്ത രാജാവ് പലപ്പോഴും ഈ രാജാവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിലേറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യം ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് റീഡ് ചെയ്യാം. ദെൻ അസംബ്ലീസ് ഇൻ ദി സദേൺ കിങ്ഡം. ഇപ്പൊ സദേൺ കിങ്ഡംസിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ഗ്രാമസഭ അല്ലെങ്കിൽ ഈ ഗ്രാമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സിസ്റ്റം നിലവിലുണ്ടായിരുന്നത് ചോള ഡൈനസ്റ്റിയിലായിരുന്നു. ഓക്കെ, സോ ചോള ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗ്രാമ സംവിധാനം അല്ലെങ്കിൽ വില്ലേജ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഓർ ദ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ദി ചോള ഡൈനസ്റ്റി പല തവണ ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, സോ ആ സമയത്ത് ഉണ്ടായിരുന്ന മേജർ ആയിട്ടുള്ള ലോക്കൽ അസംബ്ലീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. സോ ഫ്രം വേർ വി ആർ ഗെറ്റിംഗ് ദിസ് ഇൻഫർമേഷൻ, വി ആർ ഗെറ്റിംഗ് ദിസ് ഇൻഫർമേഷൻ ഫ്രം ദ ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് ദി പല്ലവാസ്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ് സഭ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് വാസ് ദി അസംബ്ലി ഓഫ് ദി ബ്രാഹ്മിൻ. അപ്പൊ അന്നത്തെ രാജാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു റോള് ഈ പറയുന്ന സഭ വഹിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അതിന് ഒരുപാട് സബ് കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ അടിസ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഊരായിരുന്നു അല്ലെങ്കിൽ വില്ലേജ് ആയിരുന്നു. ഓക്കെ, പിന്നെ അടുത്തതായിരുന്നു നഗരം. സ്വാഭാവികമായിട്ടും പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നഗരം എന്ന് പറയുന്നത് അർബൻ ഏരിയ. അന്നത്തെ കാലത്ത് മേജർ ട്രേഡ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി നടന്നിരുന്ന പ്രദേശങ്ങളെല്ലാം നഗരങ്ങളായിരുന്നു. ഓക്കെ, അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്നത് മെർച്ചൻസ് ആണ്. ഓക്കെ, അത് ഈ മെർച്ചൻസിന്റെ ഒരു ചീഫ് മെർച്ചന്റ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിനെയാണ് പ്രഥമ കുലിക എന്ന് പറയുന്നത്. ഓക്കെ, പ്രഥമ കുലിക. സോ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. പിന്നെ അടുത്തത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. ഇവിടെ നിങ്ങൾ മേജർ ആയിട്ട് പഠിക്കുന്നത് ഈ ഓർഡിനറി പീപ്പിൾ എന്ന് പറയുന്നതിൽ ആ രാജ്യത്ത് സാധാരണ ജനങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ രാജാവിന്റെയും കോർട്ടിൽ ഉണ്ടായിരുന്ന മേജർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കാളിദാസ. സോ കാളിദാസൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജാവിന്റെ കോർട്ടിലെ കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത്, കൃതികളൊക്കെ രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് രചനകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ലൈക്ക് മേഘ സന്ദേശം, അഭിജ്ഞാന ശാകുന്തളം, ഇങ്ങനെ ഒരുപാട് കൃതികൾ വരുന്നുണ്ട്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹി യൂസ്ഡ് പ്രാകൃത്. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് ഏതാണെന്ന് നമ്മൾ ഓർത്ത് വെക്കുക. പ്രാകൃതാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ബ്രാഹ്മിൻസ് ആർ ഷോൺ ആസ് സ്പീക്കിംഗ് സംസ്കൃത്. അപ്പം ഈ പറയുന്ന കാളിദാസന്റെ കൃതികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ലാംഗ്വേജ് എടുത്തിട്ട് എല്ലാവർക്കും ആ ലാംഗ്വേജ് യൂസ് ചെയ്യല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ടു റിഫ്ലക്ട് ദ സൊസൈറ്റി, ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ ഭാഷ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മലയാളത്തിലെ കുഞ്ചൻ നമ്പ്യാരൊക്കെ നോക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പൊ വിക്കന് വിക്കന്റെ ഭാഷ. ഓക്കെ, അതുപോലെ ലൈക്ക് ഇപ്പം നായന്മാർക്ക് നായന്മാരുടെ ഒരു ഭാഷ. ഓക്കെ, പാണന്മാർക്ക് പാണന്മാരുടെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഭാഷ. ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത മലയാളത്തിലെ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ അതിന് സമാനമായിട്ട് ഓരോ ആളുകൾക്ക് ഡിഫറെന്റ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു രചന രീതി കാളിദാസനിലും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ,
സോ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, വായിക്കാം. ഓക്കെ, സോ ഇവിടെ ഫിഷർമാൻ ആൻഡ് ഹിസ് റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ അതിന്റെ ഒരു ചെറിയ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത മറ്റൊരു ചൈനീസ് പിൽഗ്രിമേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ദാറ്റ് ഈസ് ഫാഹിയാൻ. ഓക്കെ, സോ ഫാഹിയാൻ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതും കൂടെ ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ദെൻ ബാണഭട്ട, ഓക്കെ, ഹി റോട്ട് ദി ഹർഷ ചരിത. അദ്ദേഹം കിങ്ങിന്റെ ആർമിയെ കുറിച്ചിട്ടും, അതായത് ഹർഷന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആർമി, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒക്കെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇതും കൂടെ അതിന്റെ കൂടെ വായിച്ച് നോക്കുക. സോ ഇത് മേജർ ആയിട്ട് നമ്മുടെ മിഡീവൽ ഇന്ത്യയിലേക്ക് കടക്കാൻ പോവുകയാണ്. അതായത് ആൻഷ്യൻ ഇന്ത്യയുടെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു എൻഡ് സീനാണ് ഈ പറയുന്ന 9ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം ഒരുപാട് ഡൈനസ്റ്റീസ് വരുന്നുണ്ട്, അവരുടെ ലൊക്കേഷൻ പഠിച്ചു വെക്കണം, അതിൽ വരുന്ന ഓരോ രാജാക്കന്മാരുടെ പേര് പഠിച്ചു വെക്കണം. ഇങ്ങനെ കുറച്ച് കൺഫ്യൂസിങ്ങും അതുപോലെ തന്നെ ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾക്ക് കുറച്ച് കട്ടിയുമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ അത് ഹിസ്റ്ററിയിലെ ഒറിജിനൽ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഓരോ രാജാക്കന്മാരെയും സെപ്പറേറ്റ് എടുത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ കുറച്ച് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതാണ് ബിൽഡിങ്സ്, പെയിന്റിങ്സ് ആൻഡ് ബുക്സ്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു ചാപ്റ്റർ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, നാളത്തേക്ക് എടുക്കാം. ഓക്കെ, നാളെ നമുക്ക് ഉണ്ടാവില്ലല്ലോ അല്ലെ. ഓക്കെ, സോ ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ, ഈ 9ാമത്തെ ചാപ്റ്റർ കുറച്ച് ഡെപ്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, എനിക്ക് നാളത്തേക്ക് ചെറിയൊരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് അതിന്റെ വർക്ക് ഇന്നിപ്പം ഇതിന് ശേഷം എനിക്ക് കംപ്ലീറ്റ് ആക്കണം. സോ ദാറ്റ്സ് വൈ ഐ എം ടേക്കിംഗ് ദ ടൈം. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു 9ാമത്തെ ചാപ്റ്റർ കുറച്ച് ഡെപ്തിൽ പഠിക്കുക. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഓരോ ഏരിയയും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. ഓരോന്നിനും മാപ്പ് ഉണ്ടാക്കി വെക്കുക. ഓരോ ഡൈനസ്റ്റിക്കും ഇഫ് പോസിബിൾ സെപ്പറേറ്റ് ഓരോ പേജ് ഡിവോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മാപ്പ് വരച്ച് വെക്കുക. അഡീഷണൽ വരുന്ന ഇൻഫർമേഷൻസ് വീണ്ടും നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഡെഫിനറ്റ്ലി മാപ്പ് വരച്ചിട്ടുണ്ടായിരിക്കണം, ഓരോന്ന് സെപ്പറേറ്റ്ലി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ മാപ്പ് വരച്ച് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ മീൻസ് എക്സാമിനേഷന്റെ ആൻസർ എഴുതുമ്പോൾ നിങ്ങളുടെ ആൻസറിൽ മാപ്പ് വരില്ല. എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യു ഹാവ് ടു ഡ്രോ ദ മാപ്പ് വെൻ യു ആർ സ്റ്റഡിങ് ദ ഹിസ്റ്ററി. ഓക്കെ, സോ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം ബിൽഡിങ്സ്, പെയിന്റിങ്സ് ആൻഡ് ബുക്സ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിന് എത്രത്തോളം ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളത്. സോ ഈ ഒരു ആർട്ടിൽ വരുന്ന കാര്യങ്ങളാണ് ബിൽഡിങ്സ്. ഓക്കെ, സോറി, ആർട്ടിൽ വരുന്ന കാര്യങ്ങളാണ് പെയിന്റിങ്സ് ആൻഡ് ബുക്സ് എന്ന് പറയുന്നത്. ഈ ആർക്കിടെക്ചറിൽ വരുന്നതാണ് ബിൽഡിങ്സ്. അപ്പൊ ഇത് കുറച്ച് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ്ലി എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു അയൺ പില്ലറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ, ഇറ്റ്സ് മെറ്റലർജിനെ കുറിച്ചും കൂടെ കാണിക്കണം. കാരണം ഈ ഒരു അയൺ പില്ലർ എന്ന് പറയുന്നത്, ഈ പറയുന്ന മെഹ്റോളി അയൺ പില്ലർ എന്ന് പറയുന്നത് ഒരുപാട് വർഷമായി, പക്ഷെ ഇന്നും എന്ത് ചെയ്തിട്ടില്ല, തുരുമ്പെടുത്തിട്ടില്ല. ഓക്കെ, വെയിലും മഴയും ഒക്കെ കൊണ്ട് പുറത്ത് നിൽക്കുന്ന ഒരു അയൺ പില്ലറാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റസ്റ്റഡ് ഈവൻ ടുഡേ. അപ്പം ഇറ്റ് ഷോക്കേസസ് ഹൗ എക്സലന്റ് വാസ് ദ മെറ്റലർജിക്കൽ സ്കിൽ. ആ കാലഘട്ടത്തിലെ ആളുകളുടെ മെറ്റലർജിക്കൽ സ്കില്ല് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു, എത്രത്തോളം ഡെവലപ്ഡ് ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ഡെപ്തിലേക്ക് ഇനി അങ്ങോട്ടേക്ക് സയന്റിഫിക് ഡെവലപ്മെന്റ്, ഓക്കെ, ആ കാലഘട്ടത്തിലെ സയന്റിഫിക് ഡെവലപ്മെന്റിനെ കാണിക്കുന്ന കാരണം ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ പറയുന്ന മെഹ്റോളി അയൺ പില്ലർ എന്ത് ചെയ്യാം, നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രത്തോളം ഡെപ്തിലേക്ക് പോകേണ്ട ഒരു ചാപ്റ്റർ ആണ് ഇത്. അപ്പൊ നമുക്കൊരു പെട്ടെന്ന് അടിച്ചു വിട്ട് ഈ ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഒരു ഫൗണ്ടേഷൻ ചാപ്റ്റർ ആണ്. സോ അത് നമുക്ക് നാളെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ചിലപ്പോൾ ഇൻ കേസ് ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഡൗട്ടോ കാര്യങ്ങളോ ജസ്റ്റ് അങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നാളെ എടുക്കാം. ഓക്കെ, ഫൈൻ. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഓക്കെ, അനഘ ഓക്കെ ആണോ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.